ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി ശാരദാമ്മയോട് പറയുക, സത്യാമ്മയൊക്കെ ഫുഡ് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ അമ്മയും കൂടെ ഒന്ന് പങ്കെടുപ്പിക്കണമെന്ന്. അയ്യോ എൻ്റെ പൊന്നുമോളെ, ഞാനില്ല. ഒന്നാമതായിട്ടേ ഞാനിതൊന്നും ഒരു മത്സരമായിട്ട് കാണുന്ന ആളേ അല്ല. മോക്കറിയാവുന്നതല്ലേ, ഞാനിതൊരു ജോലിയായിട്ട് പോലും കാണുന്നതല്ല. പിന്നെ എങ്ങനെയാ ശാലിനി എനിക്കിതിൻ്റെ പേരിലൊരു വാശി കാണിക്കാൻ പറ്റുന്നത്? അയ്യോ എൻ്റെ അമ്മയെ, ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. നമ്മുടെ ഈ കഴിവേ നാലാൾ അറിയുന്നതിൽ എന്ത് പ്രശ്നം വരാനാ? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എന്നെ പങ്കെടുപ്പിക്കാവുന്ന നീ ആർക്കെങ്കിലും വാക്കു കൊടുത്തോ? അയ്യോ അതൊന്നും അല്ലമ്മേ, ഈ പാചകത്തിൻ്റെ കാര്യത്തിലേ ഒരു കുന്തറാണ്ടോ അറിയാത്തവരൊക്കെ മത്സരിക്കാൻ പോകുന്നെന്ന് കേട്ടപ്പം പാചകകല അരച്ച് കലക്കി കൈവളയെ കൊണ്ട് നടക്കുന്ന എൻ്റെ അമ്മയെപ്പോലുള്ളവരെ ഇതിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം. അയ്യോ എൻ്റെ പൊന്നുമോളെ, ഇതൊന്നുമല്ല കാര്യമെന്ന് അമ്മയ്ക്കറിയാം. സത്യാമ്മ അതിൽ പങ്കെടുക്കുന്നതിലുള്ള കുശുമ്പ. അവരെ ഞാൻ മത്സരിച്ച് പരാജയപ്പെടുത്തണം, അതല്ലേ എൻ്റെ മോടെ മനസ്സിലിരിപ്പ്. അതിനമ്മേ ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതല്ല കാര്യം, പങ്കെടുക്കുന്നതിലാ. അമ്മ ഇതിൽ പങ്കെടുക്കണമെന്ന് മക്കളായ ഞങ്ങളുടെ ഒരുപാട് ആഗ്രഹം അമ്മേ. ഇനിയിപ്പോൾ അമ്മ പങ്കെടുക്കുന്നില്ലെന്നാണെങ്കിൽ ഞാൻ പങ്കെടുക്കും. നീയോ? അതെന്താ അമ്മേ, എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലയോ? അമ്മയെ മരുമോള് നേർക്ക് നേർ മുട്ടുന്നു എന്നുള്ളൊരു പരസ്യവും കിട്ടും. എൻ്റെ ശാലിനി, ഇങ്ങനത്തെ വാശിയൊന്നും പാടില്ല കേട്ടോ. അവർ ജയിക്കുകയോ മത്സരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ കാഴ്ചക്കാരായിട്ട് നിന്നാൽ പോരെ. അമ്മ ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ. അമ്മയ്ക്കൊന്നറിയാമോ, വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് സത്യാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വിഷ്ണുവേട്ടനെ പോലും അറിയിക്കാതെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിയാ സത്യാമ്മ ഇതിനൊക്കെ ഒരുങ്ങുന്നത്. അവർക്കേ ഒരു വാക്ക് എന്നോടോ വിഷ്ണുവേട്ടനോടോ പറഞ്ഞാലെന്താ? അവരുടെ മകനും മരുമകളും അല്ലേ. വിഷ്ണുവേട്ടൻ്റെ അച്ഛനെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ അല്ലേ അമ്മേ. ആ അച്ഛൻ്റെ കാര്യത്തിലാകുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ കരുതലും ഇഷ്ടമൊക്കെ കൂടുതൽ തോന്നും. കാരണമേ അച്ഛൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. മോളെ എന്നെല്ലാം തികച്ചെന്നെ വിളിക്കില്ല. ആ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എന്നോട് പൈസ ചോദിക്കുന്നതിൽ എന്താമ്മേ തെറ്റ്? സത്യാമ്മയുടെ ഈഗോ ഒരാളെ അറിയിക്കാതെ നടത്തി കാണിക്കണമെന്നുള്ള വാശി. അങ്ങനെ ഇപ്പോൾ കാശുണ്ടാക്കി സത്യാമ്മ അച്ഛനെ ചികിത്സിക്കണ്ട. അച്ഛനെ ചികിത്സിക്കുന്ന കാര്യമേ ഞങ്ങൾ മക്കൾ നോക്കിക്കോളാം. അങ്ങനെ സത്യാമ്മ ജയിക്കണ്ട. അമ്മ പങ്കെടുത്താൽ സത്യാമ്മ ജയിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ശാലിനി, ഇതൊക്കെ എങ്ങനെ നിനക്ക് പറയാൻ കഴിയുന്നു? ഞാൻ പറയുന്നതാണോ അമ്മയെ കുഴപ്പം? അവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. അമ്മയൊന്ന് നോക്കിക്കേ, ഇവരത്രയൊക്കെ അനുഭവിച്ച് എന്നിട്ട് എന്തെങ്കിലും ഒരു കുലുക്കം ഉണ്ടോ എന്ന് നോക്കിക്കേ. പലഹാരം കൊണ്ടു നടന്ന് വിൽക്കുന്ന ജോലി വരെ ഇപ്പോൾ സത്യാമ്മ ചെയ്യുക. എന്തിനാ? വിഷ്ണുവേട്ടനല്ല അവിടെ ചെലവിന് കൊടുക്കുന്നതെന്നും സത്യാമ്മ ജോലി നോക്കിയാണ് ചെലവ് നടത്തുന്നതെന്നും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നുമോളെ, അവരങ്ങനെ കഴിഞ്ഞു വന്നൊരു സ്ത്രീയാ. പഞ്ചായത്തിൻ്റെ സഭ കൂടുന്നതും നിയന്ത്രിച്ചതും എല്ലാം സത്യാമ്മയല്ലയോ? അങ്ങനെ എല്ലാവരെയും നിയന്ത്രിച്ച് ഭരിച്ചു വന്ന സത്യാമ്മയ്ക്ക് ഇതുപോലൊരു ഇടിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അവർ ശക്തമായി പ്രതികരിക്കും. അത് അവരുടെ സ്വന്തം മക്കളോടും മരുമക്കളോടും കാണിക്കുന്നതേ ഉള്ളു. അവർക്കത് പുറത്തൊരാളോട് കാണിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതും അവർ തന്നെ അല്ലയോ? മറ്റുള്ളവരെ വിശ്വസിച്ച് അറിയാൻ വയ്യാത്ത തൊഴിൽ ചെയ്യാൻ പോകുമ്പോൾ ഓർക്കണം, അന്നും സത്യാമ്മ വിഷ്ണുവേട്ടനോടോ എന്നോടോ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നോടൊന്നും ആലോചിച്ചിരുന്നെങ്കിൽ ഈ ഗതി ഞാൻ അവർക്കൊരിക്കലും വരുത്തത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ അതിരുമൊക്കെ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ രാഘവേട്ടൻ്റെ ചികിത്സയ്ക്കായിട്ടേ അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുക്കട്ടെ മോളെ. ഒന്നുമില്ലെങ്കിലും അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇനി നമ്മളായിട്ട് ഒരു മുടക്കത്തിനും പോവണ്ട. അവരെന്താന്ന് വെച്ചാൽ അത് ചെയ്തോട്ടെ. അവരങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണ്ട. എനിക്കും ജയിക്കണം. എൻ്റെ അമ്മ പങ്കെടുക്കും. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ മത്സരിക്കുകയും ചെയ്യും. ഇത് വേണമെങ്കിലേ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഓർഡറായിട്ട് അങ്ങോട്ട് എടുത്തോ. ഇത്രയൊക്കെ ശാലിനി പഠിച്ച പണി 18 ശാരദാമ്മയുടെ അടുത്ത് നോക്കിയിട്ട് ഒരു കുലുക്കവും ശാരദാമ്മയിൽ കാണുന്നില്ല. ശാലിനി ഇനി അടുത്തടവ് പയറ്റുവാണ്. അമ്മ എന്നെ പ്രസവിച്ചതാണെങ്കിൽ അമ്മയും മത്സരത്തിൽ പങ്കെടുക്കും. അങ്ങനെ ശാലിനി അവസാനത്തെ ചെക്കും ശാരദാമ്മയുടെ മുന്നിൽ വെച്ച് ശാരദാമ്മയെ അങ്ങനെ സമ്മതിപ്പിക്കുവാണ്. സത്യാമ്മയാണെങ്കിൽ എന്തോ പുതിയ പലഹാരമൊക്കെ ഉണ്ടാക്കി രാഘവേട്ടനെ വിളിച്ചിരുത്തി സന്തോഷത്തോടെ കൊടുക്കുവാണ്. അപ്പോൾ ആ സമയത്ത് നൂർജഹാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, നല്ല സമയത്താണല്ലോ ഞാൻ വന്നത് എന്നും പറഞ്ഞ് നൂർജഹാൻ അതിൽ നിന്നൊരു പലഹാരം എടുത്ത് കഴിക്കുന്നു. എന്നിട്ട് സത്യാമ്മയുടെ കയ്യിലോട്ട് 25,000 രൂപ കൊടുക്കുന്നു. അന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലേ, ആ കമ്പനിക്കാർ തരാനുള്ളതിൻ്റെ ബാലൻസ് തന്നതാ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ട്. ആ പൈസ വാങ്ങിച്ചിട്ട് സത്യാമ്മ പെട്ടെന്ന് രാഘവേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. രാഘവേട്ട, ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തുക കിട്ടിയത്.
അതുകൊണ്ട് ഇത് രാഘവേട്ടൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടത് എന്നും പറഞ്ഞ് സത്യാമ്മ രാഘവേട്ടൻ്റെ കയ്യിലെ പൈസ കൊടുക്കുവാണ്. പരിശുദ്ധം കറി മസാലയുടെ കോമ്പറ്റീഷനിൽ ജയിച്ചാൽ കിട്ടുന്നത് 10 ലക്ഷമാണ്. നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ ആ പൈസയും നമ്മുടെ ഈ അലമാരിയിൽ ഇരിക്കും. നൂർജഹാൻ പറഞ്ഞത് സത്യമാണ്. ഈ വീടിന് അങ്ങനെ ഒരു രാശിയുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ താമസിച്ച് എന്ത് ചെയ്താലും അത് വിജയം തന്നെയാണ്. എനിക്കിപ്പോൾ അത് അനുഭവത്തിൽ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ ലോറി ബിസിനസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ബാപ്പിച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് വേറൊരു വീട്ടിലായിരുന്നു. പിന്നീട് ഉപ്പുപ്പ ഞങ്ങളെ ഈ വീട്ടിലോട്ട് വിളിച്ചു. ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് കേട്ടിട്ട് രാഘവേട്ടൻ ചോദിക്കുക, അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം കൊണ്ട് രക്ഷപ്പെടുമായിരിക്കും ഇല്ലേ? തീർച്ചയായിട്ടും രക്ഷപ്പെടുവച്ചാ. ചിലപ്പോഴേ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നഷ്ടപ്പെട്ട വീടില്ലേ അതുവരെ തിരിച്ചെടുക്കാൻ പറ്റിയെന്നിരിക്കും. നൂർജഹാൻ അങ്ങനെ പറഞ്ഞപ്പോൾ രാഘവേട്ടന് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സന്തോഷം. സത്യമാണോ മോള് പറയുന്നത്? മോളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. അത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നറിയില്ലെങ്കിലും മോളത് പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിനൊരു വല്ലാത്ത സുഖം. പിന്നെ സത്യമേ, പാചക മത്സരത്തിൽ മത്സരിക്കാൻ വരുന്ന ആരൊക്കെയെന്നറിയണ്ടേ? സുസ്മിത, പിന്നെ മല്ലിക. സത്യാമ്മ പറയാ, സുസ്മിത വരുന്നതേ മത്സരിക്കാനല്ല, അവളോട് ബഹളം ഉണ്ടാക്കാൻ വരുന്നതാ. പിന്നെ മോളെ വേറെ ആരോ ഒരാളും കൂടെ ഉണ്ടല്ലോ, അതാരാ? അത് കുടുംബശ്രീ ശാരദാമ്മ. ആ പേര് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. സത്യാമ്മ ചോദിക്കുവോ, ശാരദയോ? ആരുണ്ടെങ്കിൽ എന്താ സത്യാമ്മേ? നമ്മൾ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മളെടുക്കുന്ന കഷ്ടപ്പാടിനെ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ കൂലി കിട്ടിയിരിക്കും. അപ്പോൾ ശാരദ ഒരുങ്ങി ഇറങ്ങിയിരിക്കുക എന്നെ തോൽപ്പിക്കാനായിട്ട്. ശാന്ത പറയാ, സത്യാമ്മ അതൊന്നും കാര്യമാക്കണ്ട. ശാരദാമ്മ എന്തൊക്കെ ചെയ്യുക അതിനപ്പുറം നമുക്ക് ചെയ്യാം. ഞങ്ങളെല്ലാവരും ഒരേ കളരിയല്ലയോ സത്യാമ്മേ? സത്യാമ്മ ഒന്ന് ധൈര്യമായിട്ടിരിക്കും. രാഘവേട്ടൻ ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ശാരദാമ്മ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ പറ്റുമോ? എങ്കിലേ ആദ്യം ആ വഴി നോക്ക്. കാരണം എന്താന്ന് വെച്ചാലേ, ശാരദാമ്മ പങ്കെടുത്താൽ ജയവും ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കും. നൂർജഹാൻ പറയുക, സത്യാമ്മേ, ഈ മത്സരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയിച്ചേ പറ്റൂ, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ജയിക്കും, ഇത് ഉറപ്പാ സത്യാമ്മേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ സമാധാനപ്പെടുത്തിയാലും സത്യാമ്മയ്ക്കറിയാം ശാരദാമ്മയുടെ കഴിവ്. ശാരദാമ്മയുടെ മുന്നിൽ സത്യാമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് നല്ലതുപോലെ അറിയാം. എങ്കിലും ഒരു കൈ നോക്കാൻ തന്നെ സത്യാമ്മയും തീരുമാനിച്ചിരിക്കുവാണ്. ശ്യാമയും പപ്പിമോളും കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. പപ്പിമോൾ പറയാം, അമ്മ ഇങ്ങനെയല്ല ഞങ്ങളുടെ സാറ് പഠിപ്പിച്ചത്, ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, തന്നെ ഇങ്ങനെ കളിക്കണം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ രോഹിത് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? പപ്പിമോൾ പറയാം, അച്ഛാ, ഞങ്ങൾക്ക് സ്കൂളിൽ 2 പേർക്കും ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിനാണോ ഇവളിങ്ങനെ കിടന്ന് കുത്തി മറിയുന്നത്? ഇവിടെ ആരും ഡാൻസ് ഒന്നും പഠിക്കണ്ട. അച്ഛാ, ഞാനും സത്യമുണ്ട് ഡാൻസിന്. പഠിച്ചില്ലെങ്കിലേ നന്നായിട്ട് കളിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഒരു പരിപാടിയും വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. എനിക്ക് ഈ ഒച്ചയും ബഹളവും കേൾക്കുന്നത് തന്നെ പ്രാന്താ. ശ്യാമ ചോദിക്കുക, എന്ന് മുതലാ ഞങ്ങളെ കാണുന്നതും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഭ്രാന്തായി തോന്നി തുടങ്ങിയത്? നീ എന്നെൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയോ അന്ന് തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം. ഞാൻ പിന്നെ നിന്നെ സഹിക്കുന്ന എന്തിനാണെന്നറിയോ? എൻ്റെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാ. അതിനുവേണ്ടി മാത്രം. എനിക്കല്ലെങ്കിലും അറിയാൻ രോഹിത്തെ, നിങ്ങളുടെ മനസ്സിൽ ഞാനും ഈ കുഞ്ഞും ഇല്ലെന്ന്. പക്ഷേ ഒരിക്കൽ രോഹിത്തെ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ ചുറ്റും നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒറ്റ ഉപഗ്രഹങ്ങളും പിന്നെ കാണത്തില്ലെന്ന്. അവരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോഴേ അവരങ്ങ് പൊടിയും തട്ടിപ്പോവും. അപ്പോഴൊരു കൈസഹായത്തിന് ഞാനും ദാണ്ട് ഈ മോള് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അന്ന് നിങ്ങളത് അറിഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതം തീർന്നിട്ടുണ്ടാവും. അത്രയും നരകിച്ച് തീരാൻ തന്നെ നിങ്ങൾ ഈ ദുഷ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് തന്നെ. നിന്നെ ഞാനെന്നും പറഞ്ഞ് രോഹിത് ശ്യാമയെ അടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ സുസ്മിതയുടെ കാർ അങ്ങോട്ട് വരുന്നു. ശ്യാമ പറയോ, ദേ വന്നിട്ടുണ്ട്, ചെല്ല്, അങ്ങോട്ട് എളുപ്പം ചെല്ല്. എന്നിട്ട് അവരുടെ കയ്യിലോട്ട് കീ കൊടുത്തിട്ടേ ആടാൻ പറ്റുന്ന പാവയായിട്ട് ചെന്ന് നിന്ന് കൊടുക്ക്. തന്നെ അവർ കൊന്നു കൊഴിച്ചു മൂടിയിട്ട് അതിൻ്റെ മുകളിലൊരു തുളസിത്തറയും വെക്കുന്നിടം വരെ താനിങ്ങനെ അവർ പറയുന്നതും കേട്ട് നടന്നു. ചന്ദ്രബോസ് അവിടെ വന്ന് രോഹിത്തേന്ന് വിളിക്കുന്നു. ശ്യാമ പറയും, എളുപ്പം ചെല്ല്, ദാ രക്ഷകർ വന്നിട്ടുണ്ട്. ശ്യാമ അങ്ങനെ പറഞ്ഞത് അവന് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ശ്യാമയുടെ കഴുത്തിനെ കയറി കുത്തിപ്പിടിക്കുവാണ്. പപ്പിമോള് കിടന്ന് കരയുക, അച്ഛാ, അമ്മയെ വിടച്ച, ഞാനിനി ഇവിടെ ഡാൻസ് കളിക്കത്തില്ല, സ്കൂളിലെ ഒരു പരിപാടിക്കും ഞാൻ ചേരത്തില്ല, അച്ഛാ എൻ്റെ അമ്മയെ വിടച്ച എന്നും പറഞ്ഞ് കുഞ്ഞു കിടന്ന് കരയുവാണ്. അങ്ങോട്ട് ചന്ദ്രബോസ് വന്നിട്ട് വിളിക്കുന്നു, രോഹിത്തെ, എന്താ വാടാ കാണിക്കുന്നത്? ഈ അടിയടി ഒഴിഞ്ഞിട്ട് നേരമില്ലെന്ന് പറയുന്ന പോലെ നിനക്കെപ്പോഴും ഇതാണോ പണി? എടാ വേണം കുറച്ചൊക്കെ എന്നും പറഞ്ഞ് ഒരുപാട് കൂടുതലാകരുത്. ചൊറിയാൻ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? അവൾ പറഞ്ഞതെല്ലാം കേട്ടോണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കണോ?
എടാ വെള്ളം അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിന്റെ ശ്രദ്ധ മുഴുക്കി അതിനകത്തോട്ടാ. വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാലോ 24 മണിക്കൂറും പിന്നെ നീ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എടാ നമ്മളെ തന്നെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ജീവിതം തിരിച്ചു പിടിച്ചെന്ന് പറയാനൊക്കൂ. നീ ശ്രദ്ധിക്കേണ്ടത് മുഴുക്ക നമ്മുടെ ബിസിനസ്സാണ്. ഇതിലൊരു ഒറ്റ മതി, പിന്നെ അകത്ത് പോകേണ്ടി വരും. ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാരണമേ ശാലിനി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഈ അധികാരം തിരിച്ചു കിട്ടുമ്പോഴേ എല്ലാവരും ചിന്തിക്കുന്ന ഒന്നുണ്ട്, ഈ ശത്രുക്കളുടെ പുക കാണണമെന്നുള്ളത്. അത് കഴിഞ്ഞേ മറ്റും അവർ ചിന്തിക്കൂ. അതിനി അവൾ നമുക്കിട്ടെന്ത് ചെയ്യാനാ? എടാ രോഹിത്തെ, നീ ഇപ്പോൾ കുടിൽ വ്യവസായം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഈ പരിപാടി ഉണ്ടല്ലോ, നിന്റെ ഭാര്യ ഒന്ന് ഒറ്റിയാൽ കൂടെ നീ അകത്താ. ഒരൊറ്റ ഫോൺ കോൾ മതി. എടാ ശാലിനി ഉണ്ടല്ലോ, അവൾ നിന്നെ ജീപ്പിൽ കൂടെ കയറ്റത്തില്ല, എയറിൽ നിർത്തി അവൾ കൊണ്ടുപോകും. അതിപ്പോൾ ഇതൊരു ചെറിയ ഓർഡറാണ് ഞാൻ ചെയ്യുന്നത്, ഒരു വട്ടച്ചെലവിനുള്ളത്. അതുമാത്രമല്ല, ഒന്നും ചെയ്യാതിരുന്നാലേ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടുപോകും. എടാ രോഹിത്തെ, എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് ഇതിവിടെ വേണ്ട. ശാലിനിയുടെയും എക്സൈസിൻ്റെയും കണ്ണേ ഇവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടേ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഇവിടുന്ന് മാറ്റിക്കോ. ഒരു തെളിവ് പോലും ഒരിടത്തും വെക്കരുത്. പിന്നൊരു കാര്യം പ്രത്യേകിച്ച് പറയാന്, ആരെങ്കിലുമൊക്കെ അത് വേണോ ഇത് വേണമെന്ന് പറഞ്ഞൊക്കെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊക്കെ വിളിക്കും. അത് നീ പ്രത്യേകം നോക്കിക്കണം. പരിചയമില്ലാത്ത നമ്പറാണെങ്കിൽ എടുക്കുകയേ ചെയ്യരുത്. പിന്നെ അതിൽ ഒരു സംശയം വേണ്ട, പോലീസോ എക്സൈസോ ആയിരിക്കും. നിന്നെ വലയിൽ കൊടുക്കാനുള്ള ഏത് മാർഗവും അവർ നോക്കും. അതിലോട്ടൊന്നും ചെന്ന് വീണ് കൊടുക്കരുത്. ഞാൻ ഇത്രയൊക്കെ പറയുന്നതേ നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടൊന്നും അല്ല. നീയെങ്ങാനും പിടിക്കപ്പെട്ടാൽ നിന്റെ വാലിൻ്റെ പുറേ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് അകത്തോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാ. ഇനി ഒട്ടും വൈകാതെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നെടുത്ത് മാറ്റിക്കോണം. നമ്മുടെ ശാലിനി ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാങ്ക് മാനേജർ വിളിച്ചിട്ട് പറയുന്നു, മേഡത്തിൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാനുള്ള ലോണിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. എന്തു പറയണമെന്നറിയാതെ ശാലിനി വിഷമിക്കുവാണ്. ശാലിനി അറിയാതെ ആ വിഷ്ണു അവിടെ വന്നിരിക്കുന്നതെന്ന് എങ്ങനെ ശാലിനി പറയും? അത് വിഷ്ണുവിന് കുറച്ചിലാകുമല്ലോ എന്ന് കരുതി ശാലിനി എല്ലാം അറിയാവുന്ന പോലെ എന്നോട് പറഞ്ഞിരുന്നു, എന്തായി ആ ലോണിൻ്റെ കാര്യം എന്നൊക്കെ ശാലിനി അങ്ങോട്ട് ചോദിക്കുവാണ്. മേഡത്തിൻ്റെ ഗ്യാരണ്ടിയിലാണെങ്കിൽ ഒരു കാർ എടുക്കാനുള്ള ലോൺ കൊടുക്കാമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അതെ, വിഷ്ണുവേട്ടൻ എന്താണോ ചോദിച്ചത് അതിനുള്ള ലോൺ മാത്രം ശരിയാക്കി കൊടുത്താൽ മതി. ഓക്കെ മാഡം, സംസാരിച്ചതിനും ഞങ്ങളോട് സഹകരിച്ചതിനും വളരെ നന്ദി. ഇപ്പോൾ തന്നെ ലോണിൻ്റെ കാര്യം ഫോർവേഡ് ചെയ്തേക്കാം. ഓക്കെ എന്ന് ശാലിനിയും പറയുവാണ്. വിഷ്ണു ശാലിനിയോട് ചോദിക്കാത്തതിൽ ശാലിനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ശാലിനി മനസ്സിൽ പറയുക, എന്തിനാ വിഷ്ണുവേട്ട എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഇഷ്ടം കഴിഞ്ഞല്ലേ ഉള്ളൂ, എനിക്ക് എൻ്റെ ഇഷ്ടം. ഞാൻ എന്നും ആദ്യ സ്ഥാനം എൻ്റെ വിഷ്ണുവേട്ടന് തന്നെയല്ലേ നൽകുന്നത്. നൂർജഹാൻ കോളേജിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് നസീറും അവൻ്റെ കുറേ കൂട്ടുകാരും കൊണ്ട് ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. നൂർജഹാനെ കണ്ടുകൊണ്ട് നസീർ വണ്ടി നിർത്തിയിട്ട് അവനോടൊപ്പം വണ്ടിയിൽ കയറി വരാൻ അവൻ പറയുന്നു. നൂർജഹാനാണെങ്കിൽ അവൻ്റെ വണ്ടിയിൽ പോകാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. വേണ്ട ഇക്ക, ഞാൻ ബസ് വരും, ബസ്സിൽ പൊയ്ക്കോളാം എന്ന് പറയുവാണ്. നൂറെ, കളിക്കാതെ വണ്ടിയിലോട്ട് കയറി. വേണ്ട ഇക്ക, എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വരും, അതാ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അത് വരട്ടെ, അതാണ് കാര്യം. ഏതാടി നിൻ്റെ ഫ്രണ്ട്? പറഞ്ഞാലേ ഇക്കയ്ക്ക് അറിയില്ല. എന്നാലേ ആ ഫ്രണ്ട് കോളേജിലോട്ടങ്ങ് വന്നോളും. നീ മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറ്. അങ്ങനെ നൂർജഹാനെ വിരട്ടി അവനെ വണ്ടിയിലോട്ട് കയറ്റുവാണ്. അപ്പോഴാ സമയത്ത് ഒരു നല്ല ഗെറ്റപ്പിലൊരു ചുള്ളം പയ്യൻ അങ്ങോട്ട് വന്ന് നസീറിൻ്റെ വണ്ടിയുടെ മുന്നിൽ വണ്ടി നിർത്തുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആ ചുള്ളം പയ്യൻ ആരാണെന്നും നൂർജഹാനും ആ പയ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെയുള്ള റിവ്യൂ നമുക്ക് അടുത്തതിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.